നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രേഡിങ്ങിനെ പറ്റിയും ക്രിപ്റ്റോനെ പറ്റിയും കുറച്ചുകൂടെ ഡീപ്പറായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഒരാളായിരിക്കും. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വീഡിയോസിന്റെ ഒരു സീരീസിന്റെ പാർട്ട് 1 ആയിരിക്കും, ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. നമ്മൾ ഈ ഫുൾ സീരീസിൽ ക്രിപ്റ്റോ ട്രേഡിങ്ങിന്റെ ബേസിക്സ് തൊട്ട് അഡ്വാൻസ് കോൺസെപ്റ്റ്സ് വരെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ മിക്കവാറും ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയത് തന്നെ ഏതെങ്കിലും യൂട്യൂബ് ഗുരു കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരോ ഒരു മീം കോയിൻ ഫ്ലിപ്പ് ചെയ്ത് കോടികൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആരോ ലാംബർഗിനി വാങ്ങിച്ചു എന്നൊക്കെ കേട്ടിട്ടായിരിക്കും. അതെന്താണേലും നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കോൺസെപ്റ്റ്സ് ഈ യൂട്യൂബിൽ യൂഷ്വലി ചാനൽസ് കവർ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചാർട്ട് നോക്കി ലൈൻ വരയ്ക്കുക, സപ്പോർട്ട് വരയ്ക്കുക, റെസിസ്റ്റൻസ് വരയ്ക്കുക, എന്നിട്ട് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്, ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ക്രിപ്റ്റോ ട്രേഡിങ്ങിന്റെ ബേസിക്സ് തൊട്ട് ഇൻ ഡെപ്ത് വളരെ പ്രോപ്പറായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സീരീസിലെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ബേസിക്സ് തൊട്ട് തുടങ്ങാം. സോ എന്താണ് ശരിക്കും ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ? ഈ ഇതിന്റെ ടേമിൽ തന്നെ കറൻസി എന്നുണ്ട്. സോ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ രൂപ പോലെ എന്തൊരു സാധനമാണ്, ഡോളർ പോലെ എന്തൊരു സാധനമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അല്ല, കുറച്ചൊരു വ്യത്യാസമുണ്ട്. സോ ഇതിനെപ്പറ്റി നമ്മൾ ഇൻഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നമ്മൾ പഠിക്കണം. കാരണം ക്രിപ്റ്റോ കറൻസി ഇസ് എ ഡിജിറ്റൽ അസറ്റ് വിച്ച് റൺസ് ഓൺ ബ്ലോക്ക് ചെയിൻ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഡിജിറ്റൽ അസറ്റ് എന്താണെന്ന് അറിയില്ല, ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് അറിയത്തില്ല. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ലെഡ്ജർ ആണ്. എന്താ പബ്ലിക് ലെഡ്ജർ? ഇത് നമുക്കറിയത്തില്ല. സോ പബ്ലിക് ലെഡ്ജർ എന്താണെന്ന് അറിയണമെങ്കിൽ പ്രൈവറ്റ് ലെഡ്ജർ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. സോ നമ്മളൊരു ബാങ്കിന്റെ എക്സാമ്പിൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ HDFC ബാങ്ക്. HDFC ബാങ്ക് ഒരു പ്രൈവറ്റ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഈ ബാങ്കിന്റെ HDFC ബാങ്കിന്റെ എൻറ്റയർ ഫിനാൻഷ്യൽ ഡേറ്റ, അതായത് ഈ ബാങ്കിന്റെ ഡെപ്പോസിറ്റ്, ഈ ബാങ്കിന്റെ ഫുൾ വിഡ്രോവൽസ്, ഇൻട്രസ്റ്റ്, ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ലെഡ്ജറാണ് ഈ പ്രൈവറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇതെല്ലാ ബാങ്കിനും ഉണ്ടാവും. എല്ലാ ബാങ്കിനും എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ പ്രൈവറ്റ് ലെഡ്ജർ ഉണ്ടാവും. സോ ഇതിന് ഈ പ്രൈവറ്റ് ലെഡ്ജറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഡ്ജർ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അതായത് ആരായി എനിക്കും വേറെ പബ്ലിക്കിലെ വേറെ ആർക്കും ഈ പ്രൈവറ്റ് ലെഡ്ജറിൽ ഒരു ആക്സസ് ഇല്ല. ഈ പ്രൈവറ്റ് ലെഡ്ജർ ആകെ കാണാൻ പറ്റുന്നത് HDFC ബാങ്കുകാർക്ക് മാത്രമാണ്. സോ ഇത് ചില ആൾക്കാർക്ക് വലിയ ഒരു 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 ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള ഒരു സാധനമല്ല. കാരണം എന്താ പറഞ്ഞാൽ ചിലപ്പം ചില ബാങ്കുകൾ ഈ സാധനങ്ങളൊക്കെ ചിലപ്പോൾ മോഡിഫൈ ചെയ്തേക്കാം. ഇവരുടെ ഡെപ്പോസിറ്റ് മോഡിഫൈ ചെയ്യാം, വിഡ്രോവൽ മോഡിഫൈ ചെയ്യുന്നല്ല, ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മാത്രമേ അർത്ഥാക്കുന്നുള്ളൂ. സോ ഇത് ആൾക്കാർക്ക് വലിയ സുഖകരമായിട്ടുള്ള ഒരു സാധനം അല്ലാത്തതുകൊണ്ട് ഒരു പബ്ലിക് ലെഡ്ജർ എന്ന് പറഞ്ഞൊരു പുതിയൊരു സംഭവം അവിടെ ക്രിയേറ്റ് ആവുകയാണ്. സോ എന്താ ഈ പബ്ലിക് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ലെഡ്ജർ പോലെ തന്നെ ഇത് ഓരോ ബാങ്കിന്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അകത്തുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പബ്ലിക് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഡ്ജർ പബ്ലിക്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും. എനിക്കും നിങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ഈ ലെഡ്ജറിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററിയും എനിക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതിനെ പബ്ലിക് ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. കാരണം ഈ ബ്ലോക്ക് ചെയിനിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, അതായത് ഞാനിപ്പം ഒരാൾക്ക് കുറച്ച് ക്രിപ്റ്റോ ബിറ്റ് കോയിൻ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുവാണെങ്കിൽ ഞാൻ എത്ര ബിറ്റ് കോയിൻ ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു, ആർക്കാണ് അയച്ചത്, എല്ലാ ഇൻഫർമേഷനും ഈ പബ്ലിക് ലെഡ്ജർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഈ പബ്ലിക് ലെഡ്ജർ കുറേ തൗസൻഡ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒരുമിച്ച് ഉണ്ടായ ഒരു സാധനമാണ് ഈ പബ്ലിക് ലെഡ്ജർ എന്ന് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നതാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ലെഡ്ജറിൽ റൺ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ്. നൗ ക്രിപ്റ്റോ കറൻസി മെയിൻലി 3 ടൈപ്സാണ് ഉള്ളത്. കോയിൻസ് ഉണ്ട്, ടോക്കൺസ് ഉണ്ട്, നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് ഉണ്ട്. സോ കോയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ബിറ്റ് കോയിൻ, ഇതീരിയം, സൊലാന, XRP, ഇതൊക്കെ കോയിനാണ്. സോ കോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ കോയിനും അതിൻ്റേതായ ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ഹാസ് ഇറ്റ്സ് ഓൺ ബ്ലോക്ക് ചെയിൻ. അതായത് ബിറ്റ് കോയിൻ്റെതായ ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്, എത്തീരത്തിൻ്റെ ആയൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്, സൊലാനയുടെ ആയൊരു ബ്ലോക്ക് ചെയിൻ ഉണ്ട്. സോ ഇതിനെപ്പറ്റി നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സോ നൗ ദർ ഇസ് അനദർ ക്രിപ്റ്റോ കറൻസി കോൾഡ് ടോക്കൺ. സോ ടോക്കൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ ഇല്ല. എഗൈൻ ബിറ്റ് കോയിന് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, എത്തീരത്തിൻ്റെതായ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, സൊലാനയ്ക്കായിട്ട് ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ടോക്കൺസിന് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ ഇല്ല. ഈ ടോക്കൺസ് ഒക്കെ ബ്ലോക്ക് ചെയിനിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ ഈ USDT എന്ന് പറയുന്നത്, ടെതർ എന്ന് പറയുന്നത്, USDT എന്ന് പറയുന്ന T സ്റ്റാൻഡ്സ് ഫോർ ടെതർ. ഇത് ഒരു ബ്ലോക്ക് ചെയിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ പ്രൊഡക്ട്സിന് പറയുന്ന പേരാണ് ടോക്കൺസ്. സോ ഈ ടോക്കൺസ് യൂഷ്വലി ഫഞ്ചിബിൾ ആണ്. ഫഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു USDT കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം വാല്യൂവിൻ്റെ USD, അതായത്
ഒരു USDT കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു USD കറൻസി എൻ്റെ കയ്യിൽ കിട്ടും. സോ അത് ഫഞ്ചിബിൾ ആണ്. സെയിം വാല്യൂ കൊടുത്ത് എനിക്ക് സെയിം വാല്യൂ എനിക്ക് തിരിച്ചു കിട്ടും. ഇറ്റ്സ് ഫഞ്ചിബിൾ. സോ അതേപോലെ ദർ ഇസ് അനദർ ക്രൈറ്റീരിയ, ഒരു ക്ലാസിഫിക്കേഷൻ കോൾ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ്. നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ യുണീക്ക് ആയിരിക്കും. USDT പോലെ ആയിരിക്കത്തില്ല. USDT എന്ന് പറഞ്ഞാൽ അത് പെയർ ചെയ്തേക്കുന്നത് നമ്മൾ USD ആയിട്ടാണ്. ഇത് യുണീക്ക് ആയിരിക്കും, അത് സ്വാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പണ്ട് ഓർമ്മയുണ്ടാവും, ഒരു പോയിന്റിൽ Web3 അതേപോലെ NFTs എന്നൊക്കെ പറഞ്ഞ് ബോർഡ് ഏപ്പ് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ വന്നായിരുന്നു, ഓരോ ആർട്ട് ഫോംസ് വന്നായിരുന്നു അല്ലെ. ഇത് നമുക്ക് പൈസ കൊടുത്ത് നമുക്ക് ഈ ആർട്ട് ഫോം വാങ്ങാൻ പറ്റും. സോ അത് ഓക്കെ, ഈ നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് ആണ്. സോ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി ഡീസെൻട്രലൈസ്ഡ് എന്നാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡീസെൻട്രലൈസ്ഡ് എന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയേറ്ററി, അതായത് ഒരു സെൻട്രൽ ഏജൻസി ഇല്ല. അതായത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ ഒരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണം, എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് പൈസ ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പം ഞാൻ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിലും ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും നടുക്ക് വരുന്നൊരു ഇന്റർമീഡിയേറ്ററി ആണ് ബാങ്ക് എന്ന് പറയുന്നത്. എനിക്ക് ബാങ്ക് ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പം ഒരാൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബാങ്ക് വേണം. എനിക്കിപ്പം UPI ചെയ്യാനും ഏത് മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിലും നടുക്കുള്ള ഒരു സെൻട്രൽ ഏജൻസി ഉണ്ട്, ഈ ബാങ്ക് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇതിപ്പം ടെക്നിക്കലി ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറയാം, ഓക്കെ ഇത് 1000 രൂപ എൻ്റെ ആണെന്ന് പറയാം. പക്ഷേ ഇത് ശരിക്കും എൻ്റെതാണോ? ഇത് എൻ്റെതല്ല, ഇത് ബാങ്കിൻ്റെതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇതേപോലെ തന്നെ ഡീസെൻട്രലൈസ് ക്രിപ്റ്റോ കറൻസി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നടുക്കൊരു ഇന്റർമീഡിയേറ്ററി വരുന്നില്ല. ഞാനിപ്പോൾ ഒരാൾക്ക് അയക്കണമെങ്കിൽ എനിക്ക് ഡയറക്ട്ലി എൻ്റെ ഫ്രണ്ടിന് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. പൈസ അല്ല, എനിക്ക് ക്രിപ്റ്റോ കറൻസി അയച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഈ നടുക്ക് ഇന്റർമീഡിയേറ്ററി ഉണ്ടാവത്തില്ല, ഡയറക്റ്റ് ട്രാൻസാക്ഷൻ നടക്കും. അതുകൊണ്ടാണ് ഇത് ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറയുന്നത്. സോ വേറൊരു ഗുണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പബ്ലിക് ലെഡ്ജർ ആയതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്താൽ അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഞാൻ എത്ര ബിറ്റ് കോയിൻ ആണ്, എത്ര ക്രിപ്റ്റോ കറൻസി ആണ് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തതെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഈ പബ്ലിക് ലെഡ്ജർ നോക്കിയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. സോ ഈ ക്രിപ്റ്റോ കറൻസി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വാട്ട്, ഹൂ, ഹൗ, വെയർ. അതായത് ഫോർ എക്സാമ്പിൾ, എന്താണ് മൂവ് ചെയ്യുന്നത്? വാട്ട് ഈസ് മൂവിങ്? ശരിക്കും നമ്മളൊരു ബിറ്റ് കോയിൻ്റെ ചാർട്ട് നോക്കുവാണെങ്കിൽ അതിൽ മൂവ് ചെയ്യുന്നത് പ്രൈസാണ് അല്ലേ. ഒരു പോയിന്റ് നിന്ന് ഇപ്പം ബിറ്റ് കോയിൻ ഇപ്പം $86,000 ആണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് $87,000 അയക്കാം, ചിലപ്പം $100,000 അയക്കാം. ഈ മൂവ് ചെയ്യുന്നത് എന്താണ്? പ്രൈസ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പം പ്രൈസ് ആക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് താഴേക്ക് പോകുന്നത്, ഇത് നമ്മൾ അനലൈസ് ചെയ്യുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പ്രൈസ് ആക്ഷൻ അനാലിസിസ്. ഇത് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്, ഇത് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് അല്ല. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുക, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് ചാർട്ടിൽ ഇങ്ങനെ ഓരോ വരയും പാറ്റേൺസ് ഒക്കെ വരച്ച് ബ്രേക്ക് ഔട്ടിൽ ബൈ ചെയ്യുക, സെൽ ചെയ്യുക, അതാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. അത് വേറെ ഒരു സിസ്റ്റമാണ്, ഒരു സ്ട്രാറ്റജിയാണ്. പ്രൈസ് ആക്ഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെന്റ് ഓഫ് പ്രൈസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്ന് മാത്രമേ അർത്ഥാക്കുന്നുള്ളൂ. അപ്പം എന്താണ് മൂവ് ചെയ്യുന്നത്? പ്രൈസ് ആണ് മൂവ് ചെയ്യുന്നത്. സോ ആരാണ്, ഹൂ ഇസ് മൂവിങ്, ആരാണ് ഈ പ്രൈസ് മൂവ് ചെയ്യുന്നത്? അത് ഞാൻ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബിഗ് മണി, സ്മാർട്ട് മണി, മാർക്കറ്റ് മേക്കേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ്. ബിഗ് മണി ആരാണ്? വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വലിയ വലിയ ETFs, ഗവൺമെന്റ്സും വലിയ കമ്പനീസ് ഒക്കെയാണ് ബിഗ് മണി എന്ന് പറയുന്നത്. ഇവർ കുറേ അധികം പൈസ വെച്ചാണ് ഈ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്. കുറേ അധികം ബില്യൺസ് ഓഫ് ഡോളേഴ്സിന് ബിറ്റ് കോയിൻ വാങ്ങുന്നു, എത്തീരിയം വാങ്ങുന്നു, വലിയ വലിയ പൈസക്ക് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാരാണ് ബിഗ് മണി. ഇതേപോലെ സ്മാർട്ട് മണി ഉണ്ട്. സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ ഹെഡ്ജ് ഫണ്ടുകളും വെഞ്ചർ ക്യാപിറ്റൽ ഫേംസും HFT ഫേംസും ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സ് ഒക്കെയാണ്. സോ HFT ഫേംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂഷ്വലി സ്മാർട്ട് മണി നമ്മൾ വിളിക്കുന്നത് ഈ ആൽഗരിതംസ് ഒക്കെ വെച്ച് മാർക്കറ്റിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് HFT എന്ന് പറയുന്നത്. ഇവർ സ്മാർട്ടായിട്ടായിരിക്കും ചെയ്യുന്ന വേറെ ആൾക്കാരെ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ മാനിപ്പുലേറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇവർ വളരെ സ്മാർട്ടായിട്ട് വലിയ പൈസ വെച്ച് തന്നെയായിരിക്കും ഇവരും ട്രേഡ് ചെയ്യുന്നത്. ദെൻ വി ഹാവ് മാർക്കറ്റ് മേക്കേഴ്സ്. മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ആണെന്ന്. എന്താ ശരിക്കും ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്? കാരണം നമുക്ക് എന്താ ലിക്വിഡിറ്റി ഒന്നും അറിയത്തില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റ് ആണ്. അതായത് എനിക്കിപ്പോൾ ഒരു സാധനം വാങ്ങണമെങ്കിൽ എനിക്കൊരാൾ സെല് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു ഒരു ഒരു ഫ്രൂട്ടിൻ്റെ കടയിൽ പോയിട്ട് എനിക്ക് 10 ആപ്പിൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ആപ്പിൾ എനിക്ക് വാങ്ങണമെങ്കിൽ ഈ സ്റ്റോറിൻ്റെ ഓണർ 10 ആപ്പിൾ സെല് ചെയ്യണം. സോ ഫോർ എവറി ബയർ ദർ ഹാസ് ടു ബി എ സെല്ലർ എന്നാണല്ലോ. സോ എനിക്ക് ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒരാൾ എനിക്ക് സെല് ചെയ്ത് തരണം. സോ ഈ
എനിക്ക് ബൈ ചെയ്യാൻ പാകത്തിന് ഒരു സെല്ലറിന് റെഡിയാക്കി തരുന്നത് മാർക്കറ്റ് മേക്കറാണ്. ഇവരാണ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് എനിക്ക് എവിടെ വേണമെങ്കിലും വാങ്ങാം, എവിടെ വേണമെങ്കിലും സെല് ചെയ്യാം. ഇതൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് മേക്കറാണ്. അതേപോലെ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ട്. റീറ്റെയിൽ ട്രേഡേഴ്സ് ആരാണെന്ന് നമുക്കറിയാം. നമ്മളാണ്. ജനറൽ പബ്ലിക് ആണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. ഇതേപോലെ സ്മോൾ പ്രൊപ്രൈറ്ററി ട്രേഡിംഗ് ഫേംസും ഉണ്ട്. ഇവരും നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്? ഹൗ? സോ ഇത് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ കുറച്ചുകൂടെ അടുത്ത വീഡിയോസിൽ നമ്മൾ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കും. ബട്ട് ഇൻ ജനറൽ സെൻസ് മാർക്കറ്റ് മൈക്രോ സ്ട്രക്ചർ, സ്പോട്ട് ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് പെർപ്പച്വൽ ട്രേഡിംഗ്. പെർപ്പച്വൽ ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് എന്നെല്ലാം പറഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ആണ്. അതിലേക്ക് നമുക്ക് എത്താം. ഇതേപോലെ തന്നെ ഓൺ ചെയിൻ ആക്ടിവിറ്റി. ഓൺ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ഓൺ ചെയിൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ഉണ്ടല്ലോ. ബ്ലോക്ക് ചെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബിറ്റ് കോയിൻ അതിൻ്റെതായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഉണ്ട്, എത്തീരിയത്തിന് അതിൻ്റെതായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ, ബിറ്റ് കോയിൻ്റെ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ആക്ടിവിറ്റി, അതായത് ബ്ലോക്ക് ചെയിനിൻ്റെ ഇടയിലുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ഒരാൾക്ക് ബിറ്റ് കോയിൻ കൊടുത്തു, ഒരാൾ എനിക്ക് 2 ബിറ്റ് കോയിൻ തന്നു, ഞാൻ 10,000 രൂപയുടെ ബിറ്റ് കോയിൻ അങ്ങോട്ട് കൊടുത്തു. ഇതൊക്കെ ഓൺ ചെയിനിൽ നടക്കുന്ന ആക്ടിവിറ്റിയാണ്. സോ ഈ ആക്ടിവിറ്റി കൊണ്ടും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വെയിൽസ് ബൈങ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ, വലിയ പൈസ ഉള്ള ആൾക്കാർ ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓരോ ക്രിപ്റ്റോ കറൻസീസിന്റെ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുന്നതൊക്കെ നമുക്ക് കാണാം. എക്സ്ചേഞ്ച് ഇൻഫ്ലോ, മൈനർ സെല്ലിംഗ്, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ എവിടെയാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്? ഇത് നടക്കുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസിലാണ്. സോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കോയിൻ സ്വിച്ച് ആയിരിക്കും. ഇതേപോലെ തന്നെ ബൈനാൻസ്, ഇതേപോലെ തന്നെ കുറേ കോയിൻ ബേസ് എന്നൊക്കെ പറഞ്ഞ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ഉണ്ട്, കസ്റ്റഡി വാളറ്റ്സ് ഉണ്ട്. വാളറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു വാളറ്റ് തുടങ്ങി എൻ്റെതാക്കി എനിക്ക് ഈ ബിറ്റ് കോയിൻ വാങ്ങി എൻ്റെ വാളറ്റിലേക്ക് ഇടാൻ പറ്റും, എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എൻ്റെ സ്വന്തം വാളറ്റിലേക്ക്. സോ എസെൻഷ്യലി നമ്മൾ ട്രേഡിങ്ങിൻ്റെ രീതിയിൽ നോക്കുമ്പം നമ്മൾ നോക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ആൻഡ് വോളിയം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്, വോളിയം വെച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ഈ ഫുൾ സീരീസ് ഓഫ് വീഡിയോസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് വെൻ. അതായത് എപ്പോഴാണ് ഈ പ്രൈസ് മുകളിലോട്ടും താഴേക്കും പോകാൻ പോകുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഓക്കെ, ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ ബിറ്റ് കോയിൻ്റെ പൈസ മുകളിലേക്ക് പോകാൻ പോകുന്നത്, എപ്പോഴാണ് ബിറ്റ് കോയിൻ്റെ പൈസ താഴേക്ക് പോകാൻ പോകുന്നത്. സോ ഇതും എസെൻഷ്യലി ട്രേഡിങ്ങിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മര്യാദയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്, എവിടെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എവിടെയാണ് മാർക്കറ്റ് എങ്ങനെയാണ് ടൈം ചെയ്യേണ്ടത്, ക്രിപ്റ്റോ എങ്ങനെയാണ് ടൈം ചെയ്യേണ്ടത് നമ്മൾ പഠിക്കണം. വിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നതായിരിക്കും, ഡോണ്ട് വറി. സോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനം എന്താണെന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ ആണ്. ബിറ്റ് കോയിൻ ഒരു ഇത് എല്ലാവർക്കും അറിയാം, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ട്. ബിറ്റ് കോയിൻ വെച്ച് കുറേ ആൾക്കാർ കുറേ പൈസ ഉണ്ടാക്കിയെന്നെല്ലാം കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ബിറ്റ് കോയിൻ? ഞാനിപ്പം ബിറ്റ് കോയിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചിടാം. ഇതാണിപ്പം ബിറ്റ് കോയിൻ്റെ ചാർട്ട്. ഇതിപ്പം BTC USD എന്നുള്ളത്, അതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ബിറ്റ് കോയിൻ്റെ ചാർട്ട് ഇപ്പം നോക്കുവാണെങ്കിൽ തുടക്കം തൊട്ടിങ്ങനെ മുകളിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. സോ ഇത് ഈ ഒരു ഇൻഫർമേഷൻ ഒരു എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ബിറ്റ് കോയിൻ ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയെന്ന് ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുടെ ഒരു അസംഷൻ ഉണ്ട്. സോ എസെൻഷ്യലി ഇങ്ങനെയാണ് ഒരു ചാർട്ട് ഉണ്ടാകുന്നത്. അപ്പം ശരിക്കും എന്താ ഈ ബിറ്റ് കോയിൻ? എന്താണ് ഈ മുകളിലേക്കും താഴേക്കും പോകുന്നത്? എന്താണ് ഈ സാധനം? ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്. ഡിജിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി അതൊരു സ്റ്റോർ ഓഫ് വാല്യൂ. അതായത് ഇപ്പം നമ്മൾ ഗോൾഡൊക്കെ വാങ്ങിച്ചിടും. എന്തുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നത്? കാരണം നമ്മൾ വിചാരിക്കുന്നത് ഗോൾഡ് വളരെ ലിമിറ്റഡ് സപ്ലൈ മാത്രമേ ഈ നമ്മുടെ ഈ എർത്തിലുള്ളൂ. അപ്പം നമ്മളിത് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പം ഗോൾഡിൻ്റെ പൈസ ഇങ്ങനെ മുകളിലേക്ക് കൂടും. അതുകൊണ്ട് നമ്മളിങ്ങനെ വാങ്ങിച്ചിങ്ങനെ കയ്യിലിങ്ങനെ വെക്കും, ബാങ്കിലിങ്ങനെ വെക്കും. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഈ ഗോൾഡിൻ്റെ പൈസ വളരെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെല് ചെയ്യും, എന്നിട്ട് ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കും. സോ നമ്മൾ ഈ ഗോൾഡ് സ്റ്റോർ ചെയ്യുന്നത് ഒരു വാല്യൂ, ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. ഇതേപോലെയാണ് മിക്ക ആൾക്കാരും ബിറ്റ് കോയിനും വാങ്ങിച്ചു വെക്കുന്നത്. കാരണം ബിറ്റ് കോയിനും ലിമിറ്റഡ് സപ്ലൈയാണ്, ഗോൾഡ് ലിമിറ്റഡ് സപ്ലൈ ആയ പോലെ തന്നെ ബിറ്റ് കോയിനും ലിമിറ്റഡ് സപ്ലൈ ആണ്. ഫുൾ മാർക്കറ്റിൽ 22 മില്യൺ ബിറ്റ് കോയിൻസ് അങ്ങനെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ടോട്ടൽ സപ്ലൈ. അപ്പം വേറെ അഗൈൻ നോ സെൻട്രലൈസ്ഡ് ഇഷ്യൂവർ, അതായത് ഇത് ഇഷ്യൂ ചെയ്യാൻ ബാങ്കോ ഒരു സെൻട്രൽ ഏജൻസിയോ ഒന്നുമില്ല. ഇത് ബ്ലോക്ക് ചെയിനിൽ ആൾക്കാർ മൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഫിക്സ്ഡ് സപ്ലൈ, ഞാൻ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു തരാം, ഇത്ര സപ്ലൈ എന്നല്ല ഞാൻ കാണിച്ചു തരാം. സോ ഒരു ഫിക്സ്ഡ് സപ്ലൈ മാത്രമേ ബിറ്റ് കോയിൻ ഉള്ളൂ. സോ അത്രയും ബിറ്റ് കോയിൻ കഴിഞ്ഞാൽ, ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടുതൽ ബിറ്റ് കോയിൻ മാജിക്കലി ആകാശം നമുക്ക് പൊട്ടി മുളക്കാൻ പറ്റത്തില്ല.
ലിമിറ്റഡ് സപ്ലൈ ആണ്. അതുകൊണ്ടാണ് എസെൻഷ്യലി ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിന്റെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്, ലിമിറ്റഡ് സപ്ലൈ ആയതുകൊണ്ട്. സെൽഫ് കസ്റ്റോഡിയൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഈ ബിറ്റ്കോയിൻ ഒക്കെ എൻ്റെ സ്വന്തം വാളറ്റിൽ സ്റ്റോർ ചെയ്യാം. ഈ വാളറ്റ് വേറെ ആർക്കും നോക്കാൻ പറ്റില്ല, വേറെ ആർക്കും അതിൻ്റെ അകത്ത് നിന്ന് പൈസ സ്റ്റീൽ ചെയ്യാൻ പറ്റത്തില്ല. സോ സെൽഫ് കസ്റ്റഡി എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പം ഏത് ബിറ്റ്കോയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. സോ എസെൻഷ്യലി ബിറ്റ്കോയിൻ അഗൈൻ റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റത്തില്ല. ഇത് ഓൾറെഡി ആൾക്കാർ വിശ്വസിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ബിറ്റ്കോയിൻ. ഈ നമ്മൾ ഒരു 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 രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു പേര് മാത്രമാണ്. ഒരു കാറ്റത്ത് പറക്കുന്ന എന്തോ കറൻസി. ഇതിന് വാല്യൂ കൊടുക്കുന്ന ശരിക്കും നമ്മളെല്ലാവരും ഓക്കെ ബിറ്റ്കോയിന് വാല്യൂ ഉണ്ട് എന്ന് എസ്യൂം ചെയ്യുമ്പോഴാണ് ഈ ബിറ്റ്കോയിന് ശരിക്കും വാല്യൂ ഉണ്ടാകുന്നത്. അപ്പം ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ആൾക്കാർ, ഇത്രയും കോടി ജനങ്ങൾ വിശ്വസിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് കാണിച്ചു തരാം. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് coingecko.com. ഈ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോയിൻസിൻ്റെയും ഇൻഫർമേഷൻ നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് സോർട്ട് ചെയ്തേക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിലാണ്. അത് ഞാൻ പറഞ്ഞുതരാം. സോ ഇതിലിപ്പം എല്ലാ കോയിൻസും ബിറ്റ്കോയിൻ, എത്തീരിയം, ടെത്തർ, XRP, BNB, സൊലാന, ഇതിൻ്റെ ഒക്കെ ലിസ്റ്റും ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പം ബിറ്റ്കോയിൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലിപ്പോൾ എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കാണാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പ്രൈസ് എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാം. ഒരു മാർക്കറ്റ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്, സർക്കുലേറ്റിംഗ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്, മാക്സ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും എന്താ നമുക്ക് മനസ്സിലാക്കാം. സോ ഈ മാക്സ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ലോകത്ത് 21 മില്യൺ ബിറ്റ്കോയിൻസിൻ്റെ സപ്ലൈ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 21 മില്യൺ ബിറ്റ്കോയിൻ മാത്രമേ ഉള്ളൂ. ഇതിലോ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് ഇപ്പം കറൻ്റ്ലി മാർക്കറ്റിൽ സപ്ലൈ അയക്കുന്നത് 19.9 മില്യൺ ആണ്. ഇത്രയും 21 മില്യണിൽ 19.9 മില്യൺ ബിറ്റ്കോയിൻസ് ആണ് ഇപ്പം പുറത്ത് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പോയിന്റ് എത്തുന്നതിന്, ഓരോ സമയം പോകുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ബിറ്റ്കോയിൻ ഇങ്ങനെ സപ്ലൈയിലേക്ക് വന്നുകൊണ്ടിരിക്കും. സോ ഇതിലിപ്പം മാർക്കറ്റ് ക്യാപ്പ് എന്ന് നമുക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് ക്യാപ്പ് എന്താ, ഈ നമ്പർ എങ്ങനെ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിലിപ്പം സർക്കുലേറ്റിംഗ് സപ്ലൈ ഉണ്ടോ, സർക്കുലേറ്റിംഗ് സപ്ലൈ ഈ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ $87,000. അതായത് $87,000 എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ്കോയിൻ വാങ്ങേണ്ട പൈസയാണ്. ഒരു ബിറ്റ്കോയിൻ വാങ്ങേണ്ട പൈസ, അതായത് $87,000 ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ സർക്കുലേറ്റിംഗ് സപ്ലൈ ആണ് നമ്മുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം എസെൻഷ്യലി ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോയിൻ്റെയും ടോക്കണോമിക്സ് നമുക്ക് മനസ്സിലാവും. ടോക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഓരോ ടോക്കണിൻ്റെയും ഇക്കണോമിക്സ് എന്നൊക്കെ അർത്ഥാക്കുന്നുണ്ട്. അപ്പം ഇപ്പം എത്തീരിയത്തിൻ്റെ ഒരു ഈത്ത് വാങ്ങണമെങ്കിൽ, ഒരു യൂണിറ്റ് എത്തീരിയം വാങ്ങണമെങ്കിൽ $2,900 നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇതേപോലെ തന്നെ ഇതിൻ്റെയും ടോട്ടൽ സപ്ലൈ നമുക്ക് കാണാൻ പറ്റും, സർക്കുലേറ്റിംഗ് സപ്ലൈ നമുക്ക് കാണാൻ പറ്റും, മാർക്കറ്റ് ക്യാപ്പ് കാണാൻ പറ്റും. സോ ഇതിലിപ്പം അഗൈൻ ഇപ്പം ബിറ്റ്കോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ലൈൻ ചാർട്ട് മാറ്റി ഞാൻ കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് ആക്കി കഴിഞ്ഞാൽ എനിക്കിവിടെ കാൻഡിൽസിൽ ഇങ്ങനെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് എനിക്ക് കാണാൻ പറ്റും. സോ ഇതെല്ലാം എങ്ങനെയാണ് കറക്റ്റ് റീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ട്രേഡ് ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞുതരാം. സോ ട്രേഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പം ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി ബിറ്റ്കോയിൻ അല്ല ട്രേഡ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് കറൻസി പെയർ ആയിരിക്കും. ഒരു പെയർ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒരു സാധനം സെല് ചെയ്യുമ്പം നമുക്കൊരു സാധനം ബൈ ചെയ്യണം. ഒരു സാധനം ബൈ ചെയ്യുമ്പോൾ നമുക്കൊരു സാധനം സെല് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ഒന്നുകിൽ BTC USDT അല്ലെങ്കിൽ ETH USDT അല്ലെങ്കിൽ BTC/ETH ഈ കറൻസി പെയർസ് ആയിട്ടായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബേസ് പ്രൈസും കോഡ് പ്രൈസും ഉണ്ട്. അതായത് BTC USDയിൽ BTC എന്ന് പറയുന്നത് ബേസും USDT എന്ന് പറയുന്നത് കോട്ടും ആയിരിക്കും. ഇതിൻ്റെ അർത്ഥാക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ BTC USDയുടെ പൈസ $85,000 ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു യൂണിറ്റ് BTC വാങ്ങാൻ എത്ര US$ ആണ് ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടത്, ഞാൻ സെല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ആൻസറാണ് $85,000. മനസ്സിലായോ? അപ്പം ബേസ് എന്ന് പറയുന്ന BTC, ഒരു യൂണിറ്റ് BTC വാങ്ങാൻ കോഡ് പ്രൈസ് എത്രയാണ്? $85,000. ഇതാണ് കറൻസി പെയർ. സോ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം
കറൻസി പെയർസ് വെച്ച്, അത് BTC USD അല്ലെങ്കിൽ ഇപ്പം കോൺസ്റ്റേഷൻ്റെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ BTC അഗൈൻസ്റ്റ് INR നോക്കുവാണെങ്കിൽ തന്നെ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ റെഡ് ക്യാൻഡിൽസും ഗ്രീൻ ക്യാൻഡിൽസും പ്രൈസ് എങ്ങനെയൊക്കെയോ മുകളിലേക്കും താഴത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത്, എന്തുകൊണ്ടാണ് താഴത്തേക്ക് പോകുന്നത്, ഇതിൽ എവിടെയാണ് ശരിക്കും ട്രേഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ബൈ ചെയ്യേണ്ടത്, എവിടെയാണ് സെൽ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതായിരിക്കും. സോ എസെൻഷ്യലി ഈ വീഡിയോയിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ട് എന്താണ് ക്രിപ്റ്റോ എന്ന് മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി കമ്മിങ് വീഡിയോസിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ്, എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, ഈ കാണുന്ന ഓർഡർ ബുക്കിൽ എന്താ കാണിക്കുന്നത്, എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. Cheers.